ഹലോ എവരിവൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA ജനറൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ HSA ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയുള്ള ടോപ്പിക് വൈസ് ക്ലാസ്, അവരുടെ കോർ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് എല്ലാ HSAയിലും ഉള്ള ജനറൽ ടോപ്പിക്സ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കുമുള്ള സംശയമാണ് ജനറൽ ടോപ്പിക്സിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. നമ്മുടെ സിലബസിൽ ഇത്രേ പറയുന്നുള്ളൂ. മൊഡ്യൂൾ 1 റിനൈൻസൻസും ഫ്രീഡം മൂവ്മെൻറ്റും അഥവാ നവോത്ഥാനവും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും. അപ്പോൾ ഇവിടെ കേരളത്തിലുള്ളതും നമ്മൾ പഠിക്കണം, നമ്മുടെ സംസ്ഥാന തലത്തിലുള്ളതും നമ്മൾ പഠിക്കണം, ദേശീയ തലത്തിലുള്ളതും നമ്മൾ പഠിക്കണം. ദെൻ പിന്നെ മൊഡ്യൂൾ 2 GK ആണ്. GK എന്ന് പറയുമ്പോൾ വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ കറണ്ട് അഫേഴ്സാണ്. ഞാനിവിടെ ഒരു മുൻവർഷ പരീക്ഷയുടെ ചോദ്യപേപ്പർ മുന്നിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് പറയുകയാണ്. ഞാനിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദെൻ അടുത്ത ക്ലാസ് മുതൽ വിവിധ HSA പരീക്ഷയിൽ നടന്നിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. GK ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. കറണ്ട് അഫേഴ്സ് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. കാരണം കറണ്ട് അഫേഴ്സ് അന്ന് 2022 പറഞ്ഞിട്ടുള്ള കറണ്ട് അഫേഴ്സ് നമുക്ക് നിലവിൽ ആവശ്യമില്ല. നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, 20 ചോദ്യങ്ങളാണ് നമ്മുടെ കോർ സബ്ജക്റ്റിന് പുറത്ത് വരുന്നത്. 20 ചോദ്യങ്ങൾ. അതിൽ റിനൈൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്നുള്ള ചോദ്യങ്ങൾ വരും. GK കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. റിനൈൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്നും 5 മാർക്കിന്, GKയിൽ നിന്നും 5 മാർക്കിന്, കറണ്ട് അഫേഴ്സിൽ നിന്നും 5 മാർക്കിന്, പിന്നെ സൈക്കോളജിയിൽ നിന്നും 5 മാർക്ക്, അങ്ങനെ മൊത്തം 20 മാർക്ക് ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. ഇത് റാങ്ക് മേക്കിംഗ് ആയിരിക്കും, അതുകൊണ്ട് കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഇത് 2022 HSA നാച്ചുറൽ സയൻസിൽ ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം SNDPയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. പിന്നീട് അങ്ങോട്ട് രണ്ടാമത്തെ ചോദ്യവും കേരള നവോത്ഥാനം, അപ്പോൾ 2 മാർക്കിന് കേരള നവോത്ഥാനം ചോദിച്ചു. ദെൻ പിന്നീട് CP രാമസ്വാമി അയ്യറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ഇത് ഫ്രീഡം മൂവ്മെൻ്റ് ആണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് ഫ്രീഡം മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ കേരള റിനൈൻസൻസിൽ നിന്നും 2 മാർക്കിന് ചോദിച്ചു. പിന്നീട് ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ദെൻ നാലാമത്തെ ചോദ്യവും ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്നുള്ളതാണ് അല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ദെൻ അതേപോലെ മറ്റു ഒരു നവോത്ഥാന നായകൻ്റെ ചോദ്യമാണ്, റിനൈൻസൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ടോട്ടൽ 5 ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഇതിൽ 3 ചോദ്യങ്ങളും നവോത്ഥാനത്തിൽ നിന്നായിരുന്നു, 2 ചോദ്യം ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്നാണ് അല്ലേ. ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്നും 2 ചോദ്യവും നവോത്ഥാനത്തിൽ നിന്നും 3 ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 5 മാർക്ക് അവിടെ വന്നു. മൊഡ്യൂൾ 1 നിന്നും 5 ചോദ്യങ്ങൾ വന്നു. ഇനി അടുത്ത മൊഡ്യൂൾ 2 വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ GK ആണ്. ഇന്ത്യൻ ഭരണഘടന എന്നെടുത്ത് പറഞ്ഞിട്ടില്ല, അപ്പോൾ GK ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു ചോദ്യം വന്നു. നമുക്ക് ഓരോന്ന് എഴുതി വെട്ടിപ്പോവാം അല്ലേ. ദെൻ അടുത്ത ചോദ്യം വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, 2ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. 3ാമത്തെ ചോദ്യം റിട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ 4ാമത്തെ ചോദ്യം മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 5ാമത്തെ ചോദ്യം രാജ്യസഭ ലോകസഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ GK ഭാഗത്തിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. GK ഭാഗത്തു നിന്നും 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങളും എവിടെ നിന്ന് വന്നതാണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ GKയിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, 5ഉം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, റിട്ടുകൾ പ്രത്യേകിച്ച് നോക്കുക. പിന്നെ അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ 11 മുതൽ 15 വരെ കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്
നിങ്ങൾ എന്ത് ചെയ്യുക, 2024 2024 പൂർണ്ണമായിട്ടും 2025 ഒരു ഏപ്രിൽ വരെയൊക്കെ നോക്കാതെ നിങ്ങളൊരു കോൺഫറൻസിന് വേണ്ടി ജൂലൈ വരെ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് എവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ജി കെയിൽ നിന്നും പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ജി കെയിൽ നിന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നവോത്ഥാനം പഠിക്കണം, ഫ്രീഡം മൂവ്മെൻറ്റ് പഠിക്കണം, ദെൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, പിന്നെ കറണ്ട് അഫേഴ്സ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള 2 വർഷത്തെ കറണ്ട് അഫേഴ്സ് പഠിച്ചു വെക്കുക. അപ്പോൾ മുൻ വർഷ ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്. സോ അടുത്ത ക്ലാസ്സിൽ മുതൽ നമ്മൾ ജനറൽ ടോപ്പിക്സിൻ്റെ PYQ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നതാണ്. സോ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് നമ്മളെ അറിയിക്കുക. സോ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഏവർക്കും വിജയാശംസകൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.